Shoot a real Pentecost. പെന്റിക്കോസ്റ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കീഴ്മേൽ മറിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 കൊറിന്ത്യൻസ് 12 അധ്യായത്തിൻ്റെ 3 വാക്യം. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കണമെന്ന് പൗലോസ്ലീഹ ആവശ്യപ്പെടുകയാണ്. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ, കടന്നുവരവ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ തുടക്കം കുറിക്കല്, ഇത് വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ്. പരിശുദ്ധാത്മാവ് കടന്നു വരാത്ത ക്രിസ്തീയ ജീവിതം സ്പിരിച്വലി ഡ്രൈ ആയിരിക്കും, മൊണോട്ടണസ് ആയിരിക്കും, യാന്ത്രികമായിരിക്കും. അത് നമ്മളെ ഡീക്കേ ആക്കും, എന്ന് വെച്ചാൽ നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ബേസ്, ഫണ്ടമെന്റൽ എന്ന് പറയുക പരിശുദ്ധാത്മാവുമായുള്ള ഒരു കൂട്ടിമുട്ടലും എൻകൗണ്ടറും റിലേഷൻഷിപ്പുമാണ്. എന്നാൽ ഈ കാലങ്ങളിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു വിശ്വാസിയെ, ഒരു ക്രിസ്ത്യാനിയെ പരിശുദ്ധാത്മാവിൽ നിന്ന് അകറ്റുന്നതായി കാണുവാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് എന്തൊക്കെ മേഖലകളാണ്, കാര്യങ്ങളാണ് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന മേഖലകൾ എന്നാണ്. ഒന്നാമതായി, നിരവധി പേർ പരിശുദ്ധാത്മാവിനെ ഒരു പഠന വിഷയമായി ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു സ്റ്റഡിയായി മാറുന്നു. അതുകൊണ്ട് തന്നെ അതിനെ പഠിക്കേണ്ടി വരുന്നു. അങ്ങനെ റീഡിങ്ങും ലേണിങ്ങും സ്റ്റഡി പ്രോസസ്സിലും ഈ പരിശുദ്ധാത്മാവ് എന്ന വലിയ സത്യം ഒരു തിയററ്റിക്കൽ സബ്ജക്റ്റായി മാറുന്നത് കൊണ്ട് വ്യക്തിപരമായി ഒരു എക്സ്പീരിയൻസ് ലഭിക്കാതെ കടന്നു പോകുന്നു. അതായത് തിയോളജിക്കലി മാത്രം ഒരു ടോപ്പിക്ക് നിൽക്കുകയും അതിനെ അനുഭവവേദ്യമായി മാറാതെ പോകുകയും ചെയ്യുന്നിടത്ത് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവ് നൽകുന്ന ആ അനുഭവവേദ്യമാകുന്ന സാധ്യതയും അറിയാതെ പോകുന്നു. ഒന്നാമത്തെ പോയിന്റ് നമ്പർ 2. രണ്ടാമത്തെ പോയിന്റ്, നിരവധി പേർ, നിരവധി ക്രിസ്ത്യാനികൾ പരിശുദ്ധാത്മാവിനെ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യേക വിശ്വാസ ക്രമത്താലാണ്. എന്ന് വെച്ചാൽ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ, അതിൻ്റെ ദൈവത്വത്തെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നതായി കാണുന്നില്ല. പിതാവായ ദൈവവും പുത്രനായ ദൈവവും അവരുടെ ആത്മാവായിട്ടോ അതുമല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാത്രം പലരും പരിശുദ്ധാത്മാവിനെ കാണുമ്പോൾ, ത്രിത്വിക ദൈവത്തിൽ മൂന്നാമത്തെ ആളെന്ന് പറയുമ്പോൾ ഒരു ലോ പ്രൊഫൈൽ കോൺസെപ്റ്റ് വ്യക്തികൾ ഏറ്റെടുക്കുന്നതായി കാണുവാൻ പറ്റും. ഓർക്കുക, ത്രിത്വിക ദൈവത്തിൽ ഒന്നാമത്തെ വ്യക്തിയായ പിതാവായ ദൈവത്തോടൊപ്പം രണ്ടാമത്തെ വ്യക്തിയായ പുത്രനായ ദൈവത്തോടൊപ്പം മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവ് ഈക്വലി ദൈവം തന്നെയാണ് എന്ന് നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ റാങ്കിങ് ക്രമത്തിൽ എടുക്കുന്നത് കൊണ്ട് പലപ്പോഴും നിരവധി പേരുടെ ജീവിതത്തിൽ അത്
ഒരു റാങ്കിങ് സിസ്റ്റമായി മാറുന്നു. എന്നാൽ ഓർക്കുക, അതൊരിക്കലും റാങ്കിങ് അല്ല. ബൈബിളിൽ ദൈവജനത്തിന് ആദ്യമായി വെളിപ്പെടുന്നത് പിതാവും, രണ്ടാമതായി വെളിപ്പെടുന്നത് പുത്രനും, മൂന്നാമതായി കടന്നു വരുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവുമാണ്. അവരുടെ മാനിഫെസ്റ്റേഷൻ, കടന്നുവരവും ഇംപ്ലിമെന്റേഷനെയും വ്യക്തതയോടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ ദൈവമായി നെഞ്ചിലേറ്റി ത്രിത്വിക ദൈവത്തിന്റെ തുല്യത ഏറ്റെടുത്ത് ഈക്വലി ഗോഡ്, ഓംനീസിയൻ, ഓംനിപൊട്ടൻ, ഓംനിപ്രസന്റ് ഗോഡായി ദൈവത്തിന്റെ വലിയ ആ ഡിവിനിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാതെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വളരെ ആഴമേറിയ ബോധ്യത്തോടെ നമ്മളിൽ പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. പോയിന്റ് നമ്പർ 3, നിരവധി പേർ പരിശുദ്ധാത്മാവിനെ കണ്ടിരിക്കുക ഒരു ശക്തിയായിട്ടാണ്. അതായത് ഒരു പവർ അല്ലെങ്കിൽ ഫോഴ്സ്, ഒരു ഇലക്ട്രിസിറ്റിയായി കാണുന്നത് കൊണ്ട് ഒരു ശക്തിയോട്, ഒരു ഫോഴ്സിനോട്, ഒരു പവറിനോട് എങ്ങനെയാണോ ബന്ധപ്പെടേണ്ടത് ആ രീതിയിലാണ് അവർ അതിനെ വിവക്ഷിക്കുക. സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും നമ്മൾ എടുക്കുന്ന ലാഘവത്വം ഇതിൽ കടന്നു വരാറുണ്ട്. എന്നാൽ ഓർക്കുക, ഒരിക്കലും പരിശുദ്ധാത്മാവ് ഒരു ഇറ്റല്ല. അതായത് അത് അല്ലെങ്കിൽ ഒരു ശക്തി എന്നൊരു പോയിന്റിലല്ല ബൈബിൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മുമ്പിലേക്ക് നൽകുകയും അവതരിപ്പിക്കുകയും ചെയ്യുക. വളരെ വ്യക്തമായി പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. സംസാരിക്കാൻ പറ്റുന്ന, കേൾക്കുവാൻ പറ്റുന്ന, നമ്മൾ വേദനിപ്പിച്ചാൽ വേദനയുണ്ടാകുന്ന, ഫീലുള്ള, സെൻസിറ്റിവിറ്റിയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ വ്യക്തിപരമായി ഒരു പേഴ്സണായി റിലേഷൻഷിപ്പ് എടുത്തെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് ഇടപെടുവാൻ പറ്റുകയുള്ളൂ. 4th one, 4ാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, നിരവധി പേർക്ക്, നിരവധി വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് ഒരു ഭയാനകമായ വിഷയമാണ്. നിരവധി പേർ കാണുക പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരവിൽ ചിലരുടെ മനോനിലയും മാനസിക നിലയും അതുപോലെ അവരുടെ ജീവിതം വേറൊരു രീതിയിൽ മാറി മറിയും എന്ന ഒരു ഭയം കടന്നു വരുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ അകറ്റി നിർത്തിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം കടന്നു വരുന്നതായി കാണുവാൻ പറ്റും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഇതൊരു മേജർ ഫാക്ടേഴ്സ് ആണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. വ്യക്തിപരമായി അവനെ നമ്മൾ സ്വീകരിക്കണം, അംഗീകരിക്കണം, ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവ് ഈക്വലി ദൈവമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഡിവിനിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 3ാമതായി, പരിശുദ്ധാത്മാവ് പഠിക്കേണ്ട വിഷയത്തിനപ്പുറം അത് അനുഭവവേദ്യമാകേണ്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവുമായുള്ള ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കണം. 4, ഒട്ടും ഭയപ്പെടേണ്ട. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതോടുകൂടിയാണ് ഒരാൾ ധൈര്യം, ശക്തി, ആത്മീയ അനുഗ്രഹം കടന്നു വരിക. അതുകൊണ്ട് ഒരിക്കലും ഇതൊരു ഭയാനകമായ വിഷയമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തിയായി, ഒരു അനുഗ്രഹമായി, റിലേഷൻഷിപ്പിലൂടെയും ദൈവസാന്നിധ്യത്തിലൂടെയും ഭയമില്ലാതെ ദൈവത്വം നിങ്ങളെ നടത്തട്ടെ എന്ന ആഗ്രഹത്തോടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.